Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മ്യൂസിക് സിസ്റ്റം ഒക്കെ വാങ്ങുവാണെങ്കിലേ കൂടുതലായിട്ടും നമ്മൾ ആ സിസ്റ്റത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീക്കർ പാക്കേജിനായിരിക്കും ഇതിനേക്കാളും കൂടുതൽ വില വരുന്നത്. അതായത് നമ്മൾ നോർമൽ സിസ്റ്റം അല്ല പറഞ്ഞത്, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു AVRO അല്ല എങ്കിൽ അങ്ങനെ കുറച്ച് ഹയർ ലെവലിലുള്ള ഒരു മ്യൂസിക് സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീക്കർ പാക്കേജിന് ഭയങ്കര വില തന്നെയാണ്. നമ്മളിപ്പോൾ അസംബിൾ ചെയ്താൽ പോലും നോർമലി എല്ലാവരും എന്താണ് ചെയ്യണേ, ഒരു സിസ്റ്റം അസംബിൾ ചെയ്യിപ്പിക്കുന്നു, സിസ്റ്റത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും അത് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം സ്പീക്കർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും റെഡിമെയ്ഡ് കിട്ടുന്ന സ്പീക്കറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യായിരിക്കും പതിവ്. സബ്വൂഫറും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പകുതി പേരുകളൊക്കെ ചെയ്യണത്. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റും ഒരു ബാധകം തന്നെയാണ്. നമ്മൾ ഒരു മീഡിയം റേഞ്ചിൽ ഉള്ള ഒരു സബ്വൂഫേഴ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സൊക്കെ അതൊക്കെ എത്ര വില കൂടിയ ആ റേഞ്ച് ആയാലും ഈ നോർമൽ സ്പീക്കേഴ്സ് എന്ന് നോർമൽ സ്പീക്കേഴ്സ് തന്നെയാണ്. നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല പൈസ കൊടുത്തിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഡ്രൈവേഴ്സൊക്കെ നമ്മൾ ഉപയോഗിച്ചെങ്കിലാണ് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും സബ്വൂഫേഴ്സിനാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സബ്വൂഫർ നമ്മൾ ലോക്കലായിട്ടുള്ള ബ്രാൻഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ചെയ്താലും ഒരു പരിധി കൂടുതലൊന്നും അതിന് പെർഫോമൻസ് തരാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ആ ഒരു വോയിസ് കോയിലും അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും താഴത്തേക്ക് ഒരു ലോ ലെവൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അതൊന്നും ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു എമൗണ്ട് നമ്മൾ മുടക്കിയിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്വൂഫറൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് സ്പീക്കറില്ല, ഹൈ എൻഡ് അല്ല, എന്നാലും ഒരുവിധം നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു 4-5 ബ്രാൻഡുകൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സബ്വൂഫർ റെഡിയാക്കി എടുക്കുക. സബ്വൂഫർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ്വൂഫേഴ്സിനും അതുപോലെ എല്ലാ സ്പീക്കേഴ്സിനും അതിന് TS പാരാമീറ്റർ ഉണ്ട്. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് അല്ലെങ്കിൽ വൂഫേഴ്സ് അതിനൊക്കെ കമ്പനി തരുന്ന ആ കാറ്റലോഗിലുള്ള ആ TS പാരാമീറ്റർ വെച്ചിട്ടുള്ള ബോക്സ് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കതുകൊണ്ടും പ്രയോജനമില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം ഒന്നിനൊന്ന് മാച്ചായി ഒന്നെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ളൊരു ക്വാളിറ്റി ഓഡിയോ നമുക്കിതിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ TS പാരാമീറ്ററിൽ കറക്റ്റായിട്ട് ചെയ്ത ഒരു ബോക്സും അതിൻ്റെ ഒരു സബ്വൂഫറും ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. JBL 12-inch സബ്വൂഫർ ആയിട്ടുള്ള A1500 HI എന്ന് പറയുന്ന ആ ഒരു മോഡൽ സബ്വൂഫർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബോക്സ് ചെയ്യുന്നത്. ഇതാണ് ആ സബ്വൂഫർ ഡ്രൈവർ. അപ്പോൾ ഇത് തുറന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം നമുക്കിത് ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂസർ മാനുവലാണ്, ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ JBLൻ്റെ 2 സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ഇൻസ്ട്രക്ഷനാണ്, പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് അല്ല ഇതിനകത്തുള്ളത്. ഇതിൻ്റെ വാറണ്ടി കാർഡാണിത്. അതിൻ്റെ വേറൊരു ബ്രോഷർ ഈ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ രീതികൾ അതൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്. ഇതിനകത്ത് സ്പീക്കേഴ്സിനെ കുറിച്ചും അതിൻ്റെ TS പാരാമീറ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ബോക്സിൻ്റെ വോളിയം, അതിൻ്റെ മാക്സിമം ഡെലിവറി ചെയ്യുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടൈപ്പ് ബോക്സ് ഡിസൈൻ, അതുപോലെ തന്നെ 1, 2, 3 ടൈപ്പ് ബോക്സ് ഡിസൈനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സീൽഡ് ബോക്സിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു വെൻറ്റഡ് ബോക്സാണ്. ഇതൊരു ബാൻഡ് പാസ്. അങ്ങനെ 3 ബോക്സിൻ്റെ ഡയമെൻഷൻ ചെയ്ത് കമ്പനി തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വോളിയം
ഇൻറ്റേർണൽ കപ്പാസിറ്റി, അത് എങ്ങനെയാണ് പോർട്ട് സൈസ്, എത്ര ഫ്രീക്വൻസി ആണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ടൈപ്പ് ബോക്സുകളല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു എൽ പോർട്ട് സബ്വൂഫറാണ് ചെയ്യുന്നത്. മൂവിയൊക്കെ കാണാനും ഒക്കെ അതായിരിക്കും നല്ലത്. സിനിമയ്ക്ക് ഉപരിയായിട്ട് അത് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് എൽ പോർട്ട് സബ്വൂഫറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത്. ഇതൊക്കെ കാറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലുകളാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് റൂമിനകത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ കംപ്ലീറ്റും ഇതിൻ്റെ ആ ഒരു ഇത് മാറും. എൽ പോർട്ടായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. ഇത് കൊടുത്തിരിക്കുന്നതാണ് ഈ ഡ്രൈവറിൻ്റെ TS പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പുതിയതായിട്ട് ബോക്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോക്സിലേക്ക് ഇത് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ബോക്സുകൾ നിർമ്മിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇതിൻ്റെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അളവും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 1-2 അളവ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന് പോർട്ട് കാര്യങ്ങളങ്ങനെ എല്ലാം തന്നെ ആ സോഫ്റ്റ്വെയർ നമുക്ക് പറഞ്ഞു തരും. അതിൻ്റെ പീസസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ വരെ സൈസ് വരെ നമുക്ക് എടുത്തു തരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. സോഫ്റ്റ്വെയർ ആണെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനകത്ത് തെറ്റും എററൊക്കെ വരാൻ നമ്മൾ തന്നെ ഫാൾട്ട് കൊണ്ടുള്ള ഈ ഡാറ്റ എൻട്രി ചെയ്യുന്നുള്ള മിസ്റ്റേക്ക് വന്നാൽ തന്നെയും അത് തെറ്റായിട്ട് കാണിക്കും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഒക്കെയാണ് അങ്ങനെ ഒരു നല്ല ഒരു സബ്വൂഫറിൻ്റെ ഒരു എൻക്ലോഷർ ഡിസൈൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഈ കാറ്റലോഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നമുക്കിത് സേഫായിട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിത് പയ്യൊന്ന് തുറക്കാം. അടിയിലാണ് സബ്വൂഫർ ഇരിക്കുന്നത്. കണ്ടല്ലേ? അപ്പോൾ ഇതാണ് JBL A1500 HI എന്ന് പറയുന്ന 12-inch സബ്വൂഫർ ഡ്രൈവർ. എല്ലാവരും ഒരുപാട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്വൂഫറാണ്. പ്രധാനമായും ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണ്. നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പറയാതെ വയ്യ, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇതേ സെയിം ക്വാളിറ്റി, ഇതേ സെയിം അപ്പിയറൻസിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സും വരുന്നുണ്ട്. നമുക്കത് ഒരു രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. തിരിച്ചറിയൊരു മാർഗം ഉണ്ടായിരുന്നത് ഇത് ഞാൻ കാട്ടിത്തരാം. ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ ഒരു എയർ പുറത്തേക്ക് പോകാനുള്ള ഒരു എയർ വെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ തിരിച്ചറിയാനായിട്ടൊരു മാർഗം. ഇത് ഇവിടെ ചെറുതായിട്ടൊരു QR കോഡുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാച്ച് നമ്പർ ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴും അതും ഫേക്ക് ഇറങ്ങുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഡബിൾ മാഗ്നറ്റ് ഒക്കെയുള്ള നല്ല ഹെവി ആയിട്ടുള്ള 12-inch നല്ല അടിപൊളിയായിട്ടുള്ളൊരു സബ്വൂഫർ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ ഹർമൻ ഗാർഡൻ്റെ ഒരു ലോഗോ, ഒരു 3D ഹോളോഗ്രാമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിതിനകത്തൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ മാത്രമല്ല, JBLൻ്റെ ഈ മോഡലിന് ഒന്നും ഇവിടെ മറ്റേ ടെർമിനൽ കൊടുക്കുന്നില്ല. എല്ലാം സോൾഡർ ചെയ്യുന്നൊരു ടൈപ്പാണ് ഉള്ളത്. മറ്റ് ഇതിനേക്കാളും കുറഞ്ഞ പല ഇതിനും ഇവിടെ ടെർമിനൽ കൊടുക്കുന്നുണ്ട്. സ്പീക്കർ ടെർമിനൽ പോലത്തെ ടെർമിനൽ കൊടുക്കുന്നുണ്ട്. ഡബിൾ മാഗ്നറ്റൊക്കെയാണ് ഉള്ളത്. ഓക്കെ, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ ഈ കോൺ ഇത് കണ്ടോ, ഇത് അലൂമിനിയമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കോൺ കാണുന്നത് ഈ ഡസ്റ്റ് ക്യാപ്പില്ലേ, ഈ ഡസ്റ്റ് ക്യാപ്പ് ഇത് അലൂമിനിയമാണ്, പേപ്പറല്ല. അതുപോലെ ഇതിൻ്റെ ഈ പോളിപ്രോപ്പലിനാണ് ഇതിൻ്റെ കോൺ വരുന്നത്. നല്ല ഒരു റബ്ബർ സൗണ്ട് ഒക്കെ ഇതിനകത്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ ബോക്സ്. ഇത് 18mm MDF-ൽ ചെയ്തിട്ടുള്ള ഒരു സബ്വൂഫർ ബോക്സാണ്. നോർമലി ഒരു 55 ലിറ്ററൊക്കെയാണ് നോർമലി ഒരു സബ്വൂഫർ ബോക്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് 64 ലിറ്ററിൻ്റെയാണ്. ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് 28 ഹെർട്സിനാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ഓഡിയോ തന്നെയാണ്, അത് സംശയമില്ല. ഇതിലും ബെറ്റർ ആയിട്ടൊരു സബ്വൂഫർ JBL 1500 ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്കും പെർഫോമൻസ് ആയിട്ടാണ് ഈ ബോക്സിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വലിപ്പം അധികം ഉള്ള ഒരു മോഡലാണ്. ഈ 28 ട്യൂൺ ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ ഇത്രയും സൈസ് തന്നെ വരും. അത്രയും വോളിയം ഇത് ഒന്നെങ്കിൽ മാത്രമാണ് ഇത് ആ 28 എൻ്റെ ആ ഫ്രീക്വൻസിയിലേക്ക് നമുക്കിതിൻ്റെ പോർട്ട് അഡ്ജസ്റ്റ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 15 ഇഞ്ച് നീളം വരുന്നുണ്ട്. അതിൽ ഹൈറ്റ് ഒരു 18 ഇഞ്ച് വരുന്നുണ്ട്. ഇതൊരു 18.5 ഇഞ്ച്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇതുപോലെ ഒരു സബ് വൂഫർ എൻക്ലോഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇതുപോലെയുള്ള വൂഫേഴ്സ് ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ അത് സെയിം ഡയമെൻഷനിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നും നോക്കണ്ട, നല്ല പെർഫോമൻസ് ആണ്. നല്ല പെർഫോമൻസിൻ്റെ അസാധ്യ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ബോക്സ് എൻക്ലോഷർ. ഇത് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരുപാട് പൈസയൊക്കെ അനാവശ്യമായിട്ട് കളഞ്ഞുപോയി. അത് നമുക്ക് തെറ്റുപറ്റി, കാൽക്കുലേഷനിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു, ചില വാല്യൂസിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സബ് വൂഫറാണ്. ഇതിന് മേളിലേക്ക് JBL 1500 സബ് വൂഫർ ബോക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ തന്നെയല്ല ഇതിൻ്റെ ഈ സർഫസ് ഫിനിഷ്, ഇതിൻ്റെ സർഫസ് ഫിനിഷിംഗ് ഒക്കെ നല്ല വിനൈൽ സ്റ്റിക്കർ കൂട്ടിച്ച് ഈ ബ്രാൻഡഡ് സബ് വൂഫേഴ്സൊക്കെ വരുന്നില്ലേ, ആ ഒരു ഗ്രെയിൻസ് ടെക്സ്ചർ അതുപോലെയൊക്കെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സബ് വൂഫർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് ഒരു അക്കോസ്റ്റിക് ഫോം വയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അക്കോസ്റ്റിക് ഫോം എനിക്ക് കിട്ടിയില്ല. അത് പിന്നെയും ലേറ്റാണ് വരാൻ, ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമുക്കിനി അടുത്ത ഒരു സബ് വൂഫറിൽ നമുക്ക് അക്കോസ്റ്റിക് ഫോമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ സബ് വൂഫർ നമ്മളൊന്ന് സെറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെയൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും ഒരു ടേപ്പ്, നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് പോലത്തെ ഉള്ള സിംഗിൾ സൈഡ് മാത്രമായിട്ടുള്ള ഒരു ടേപ്പാണ്. ഈ ടേപ്പിൻ്റെ പർപ്പസ് ഇത് ശരിക്കും സ്പീക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ സബ് വൂഫർ ആയാലും സ്പീക്കർ ആയാലും ഏതായാലും സ്പീക്കർ സെറ്റ് ചെയ്യുമ്പോൾ ആ സ്പീക്കറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എഡ്ജില്ലേ, സ്പീക്കർ നമ്മൾ ഈ എഡ്ജിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പീക്കർ വൂഫറായാലും സ്പീക്കറായാലും ഇതിൻ്റെ ഈ എഡ്ജിൽ കറക്റ്റായിട്ട് ചേർന്നിരിക്കാനും ഇതിൻ്റെ ഇടയിലൂടെ എയർ പുറത്തേക്ക് വരാതെ നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് താഴത്തെ ഈ പോർട്ടിൽ കൂടി തന്നെ വരാൻ വേണ്ടിയിട്ട് ആ ഒരു സീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സബ് വൂഫർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ സ്പീക്കർ ടെർമിനലിൽ നിന്ന് വരുന്ന ഈ 2 വയറുകൾ നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യാം. ഇതിനകത്ത് അത് കൊടുത്തിരിക്കുന്നത് ഈ റെഡ് കളർ വയർ, ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഇത് നല്ല ഹൈ ക്വാളിറ്റി സ്പീക്കർ വയറാണ്, നല്ല ഗേജുള്ള, ഫ്ലെക്സിബിളാണ് പക്ഷെ നല്ല ഗേജുണ്ട്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്പീക്കർ വയറാണ്. ഇത്തരത്തിലുള്ള വയറാണ് നമ്മൾ ശരിക്കും സ്പീക്കേഴ്സിന് കൊടുക്കേണ്ടത്. ഇത് ഈ ടെർമിനലിലേക്ക് സോൾഡർ ചെയ്യാം. ഇവിടെയും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പോളാരിറ്റി. ഈ കാണുന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഒരു കാരണവശാലും ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് കുറയും. നമ്മൾ ഇതിലേക്ക് വയറിംഗ് ഒക്കെ സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇതുപോലെ എന്തെങ്കിലും തിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷീറ്റ് ഇതിനിടയിൽ വെച്ചിട്ട് വേണം സോൾഡർ ചെയ്യാനായിട്ട്. ഇല്ല എങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് സോൾഡറിൻ്റെ ടിപ്പിൽ നിന്ന് സോൾഡർ ഉരുകി താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയഫ്രത്തിന് ഡാമേജ് പറ്റും. അപ്പോൾ അതും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇതാണ് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യാം. ഇനി നെഗറ്റീവും കണക്ട് ചെയ്യാം. അപ്പോൾ ടെർമിനൽ രണ്ടും ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ക്യാബിനിലേക്ക് വെച്ച് ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതിയാകും. നമുക്കിത് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇതിൻ്റെ എല്ലാ ഈ ഹോൾസിലൊക്കെ നമുക്ക് സ്ക്രൂ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യാം. ഇതുപോലുള്ള അലങ്കി സ്ക്രൂ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
ഇതിൻ്റെ ഹോൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഈ സ്ക്രൂ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സബ്വൂഫർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിൻ്റെ ഈ ഗ്രില്ലാണ്. ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ലും കൂടി നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ സബ്വൂഫർ ബോക്സിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ആംപ്ലിഫയറിൽ കൊടുത്ത് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ആ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ. അപ്പോൾ ഇതും നമ്മുടെ ഈ പുതിയ ഈ സബ്വൂഫറുമായിട്ടാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓഡിയോ ഔട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ താഴെ കാണുന്ന ആ ഒരു ആംപ്ലിഫയറിൽ നിന്നാണ്. അതിനകത്ത് ഓഡിയോ ഔട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വഴി നമുക്ക് പ്ലേ ചെയ്യാം. മൈക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട് ഓഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട്. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം.